ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ലിൻസീസ് ലിങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടട്ടിൽ വൈൻ പ്ലാന്റ്സിനെ കുറിച്ചാണ്. ടട്ടിൽ വൈൻ പ്ലാന്റ്സ് കൂടുതലും ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. ഇത് നമ്മൾ പലരും പല രീതിയിലാണ് ഈ പ്ലാന്റിനെ വളർത്താറുള്ളത്. അന്നേരം നമ്മളിന്ന് ഈ പ്ലാന്റിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്ലീസ് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് പ്ലീസ് സബ്സ്ക്രൈബ് ലിൻസീസ് ലിങ്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ടർട്ടിൽ വൈൻ പ്ലാന്റ്സ് നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്കും അവരുടെ ക്രിയേറ്റീവ് ഐഡിയാസ് യൂസ് ചെയ്ത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റും. കൂടുതൽ പേരും ഇതുപോലെ ഹാങ് ചെയ്താണ് വളർത്താറുള്ളത്. അന്നേരം കാണാനും കൂടുതൽ ഭംഗി ഇതുപോലെ ഹാങ് ചെയ്തിടുമ്പോഴാണ്. അതുമാത്രമല്ല, നമുക്ക് ഈ ടർട്ടിൽ വൈൻ പ്ലാന്റ്സിനെ നിലത്ത്, അതായത് തറയിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് വളർത്തി ഒരു ലോൺ പോലെ സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. അതുമാത്രമല്ല, ഇതുപോലെ കൊക്കഡമ ഉണ്ടാക്കി കൊക്കഡമയിൽ തൂക്കിയിടാനും ഒരു ബോൾ പോലെ സെറ്റ് ചെയ്തിടാനും ഒക്കെ നല്ലതാണ് ഈ ടർട്ടിൽ വൈൻ പ്ലാന്റ്സ്. അന്നേരം ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസ് യൂസ് ചെയ്ത് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ പ്ലാന്റിനെ നമുക്ക് ഡിസൈൻ ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഒരുപാട് കെയർ ഒന്നും വേണ്ടാതെ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ ടർട്ടിൽ വൈൻ പ്ലാന്റ്സ്. അന്നേരം നമ്മുടെ ഈ പ്ലാന്റിന് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നല്ല ഈർപ്പം വേണം. അതായത് ഒരുപാട് ഡ്രൈ ആണെങ്കിൽ അത് നല്ല ലഷായിട്ട് വളർന്നു വരത്തില്ല. അതിൻ്റെ ഇലയിൽ ഒരു മഞ്ഞ നിറമൊക്കെ കാണും. അതുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം കോരി ഒഴിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒരു സ്പ്രേയർ യൂസ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. വെള്ളത്തിൻ്റെ കുറവ് കാണുമ്പോഴാണ് ഈ ചെടിയിൽ ചെറുതായിട്ട് മഞ്ഞപ്പ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ചെടിക്ക് ഏറ്റവും നല്ലത്. അതുമാത്രമല്ല, ഇതുപോലെ സ്പിൽ പോട്ട് ഗാർഡൻസ്, ചരിഞ്ഞ കുടം ഗാർഡൻ, എൻ്റെ വീഡിയോ നിങ്ങൾ നേരത്തെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചരിഞ്ഞ കുടം ഗാർഡൻ, അതിൽ ഞാൻ സെറ്റ് ചെയ്തതാണ് ഇതുപോലെ ഒരു ടർട്ടിൽ വൈൻ പ്ലാന്റ്. ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. നിങ്ങൾക്ക് ഇതുപോലെയും ഈ ടർട്ടിൽ വൈൻ പ്ലാന്റ്സിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഹാങ് ചെയ്യുന്നത് കാണാനും വളരെ രസമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടർട്ടിൽ വൈൻ പ്ലാന്റ്സ് ഒരുപാട് കട്ടിയായിട്ടുള്ള നിലത്ത് ഓടത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇളകിയ മണ്ണാണ് ടർട്ടിൽ വൈൻ പ്ലാന്റ്സിന് ഇഷ്ടം. അന്നേരം നമ്മൾ മണ്ണ് അല്ലെങ്കിൽ അതിൻ്റെ പോട്ടിംഗ് മിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലൂസായിട്ടുള്ളൊരു മണ്ണ് വേണം. അതായത് നമ്മൾ പകുതി മണ്ണ് എടുക്കുകയാണെങ്കിൽ പകുതി കൊക്കോപ്പീറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് മണലും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെയുള്ളൊരു ലൂസ് മണ്ണ്, അതായത് നല്ല ഇളകിയ മണ്ണിലാണ് ഈ ടർട്ടിൽ വൈൻ പ്ലാന്റ്സിന് വളരാൻ ഇഷ്ടവും. അങ്ങനെ നല്ല ഇളകിയ മണ്ണാണെങ്കിൽ നമ്മുടെ ഈ ടർട്ടിൽ വൈൻ പ്ലാന്റ്സിൻ്റെ ഇലകളും നല്ല പച്ച നിറത്തിൽ കാണാൻ പറ്റും. വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് സൺലൈറ്റ് ഉള്ളിടത്ത്, നല്ല ഉച്ച നേരത്തെയൊക്കെ വളരെ ഷാർപ്പായിട്ടുള്ള സൺലൈറ്റ്, അതായത് സ്ട്രോങ് സൺലൈറ്റ് ഉള്ളിടത്ത് ഇടാതിരിക്കുക. അതായത് ഒരുപാട് അങ്ങ് ചൂടാണെങ്കിൽ അത് ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഷാഡോയും അതേസമയം നല്ല തെളിഞ്ഞ പ്രകാശവും കിട്ടണം. അങ്ങനെയുള്ളിടത്ത് വേണം നമ്മൾ ഈ ടർട്ടിൽ വൈൻ പ്ലാന്റ്സ് നട്ടു കൊടുക്കും. അതുപോലെ തന്നെ ഇതുപോലെ ഒരു സ്പ്രേയർ ഉപയോഗിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സിന് നല്ലൊരു ഈർപ്പം നിലനിൽക്കാനും അതുപോലെ തന്നെ നല്ലതുപോലെ വളർന്നു വരാനും ഒക്കെ സഹായിക്കും. പലതരത്തിൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് വളർത്താൻ പറ്റിയ മറ്റ് പല ചെടികളുമുണ്ട്. ഇതുപോലെ ഒരു നമ്മുടെ ടർട്ടിൽ വൈൻ പ്ലാന്റ്സ് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. അതുമാത്രമല്ല, നമ്മുടെ ഗാർഡനിൽ ഒരു ഭയങ്കര അട്രാക്ഷൻ തന്നെയായിരിക്കും ഇതുപോലെയുള്ള സ്പിൽ പോട്ട് ഗാർഡനിൽ നമ്മൾ ടർട്ടിൽ വൈൻ പ്ലാന്റ്സ് വളർത്തുന്നത്. ഇതിൻ്റെ അകത്തും ഞാൻ സാധാരണയായിട്ട് ഇതുപോലെ വാട്ടർ സ്പ്രേ ചെയ്താണ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ്, അതായത് ബയോഗ്യാസിൻ്റെ സ്ലറിയോ അല്ലെങ്കിൽ അങ്ങനെ വാങ്ങാൻ കിട്ടുന്ന ഫെർട്ടിലൈസേഴ്സോ അല്ലെങ്കിൽ ഒക്കെ നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത്
ഇതേപോലെ നമ്മൾ ഹാങ് ചെയ്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ കിടക്കുകയും ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വളർത്തി എടുക്കാൻ പറ്റും. ഇത് നമ്മൾ കട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ വളരെ നീളത്തിൽ താഴേക്ക് വളർന്നു വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചെടിയുടെ പ്രത്യേകത നമ്മൾ ഒരുപാട് വളമിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ്, അതായത് വെള്ളത്തിൽ കലക്കി ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് എന്തെങ്കിലും വളം മിക്സ് എന്തെങ്കിലും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ചെടിക്ക് ഏറ്റവും നല്ലത്. ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈസി കെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ടർട്ടിൽ വൈൻ പ്ലാന്റ്സ്. ടർട്ടിൽ വൈൻ പ്ലാന്റ്സ് പോലെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് കലീസിയ റെപ്പൻസ എന്ന് പറയുന്നതും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഹാങ് ചെയ്തിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ്സാണ്. ഞാൻ എൻ്റെ ഇത് സ്പിൽഡ് പോട്ട് ഗാർഡൻ സെറ്റ് ചെയ്തപ്പോൾ വളരെ ലൂസായിട്ടുള്ളൊരു മണ്ണാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണ്ണും നമ്മുടെ കൊക്കോപിറ്റും കൂടെ മിക്സ് ചെയ്തുള്ളൊരു മിശ്രിതമാണ് അതിൽ നിറച്ചത്. അതുകൊണ്ട് തന്നെ നല്ല ലൂസ് മണ്ണായതുകൊണ്ട് തന്നെ ഈ ടർട്ടിൽ വൈൻ പ്ലാന്റ്സ് വളരെ നല്ല പച്ച നിറത്തിൽ നല്ല കൂട്ടമായിട്ട് നല്ലതുപോലെ വളർന്നു വരുന്നത് ശ്രദ്ധിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ കൊക്കെഡമായിലും നമ്മൾ ഇതുപോലെ ഫുൾ ഒരു ബോൾ പോലെ സെറ്റ് ചെയ്തിട്ട് ഹാങ് ചെയ്യുകയാണെങ്കിലും ഈ പ്ലാന്റ് കാണാൻ വളരെ ഭംഗിയാണ്. അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സ് പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അന്നേരം ഇനിയും കൂടുതൽ നമ്മുടെ ചെടികളുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അന്നേരം എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ വേണം. അന്നേരം താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. അന്നേരം സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.